മധ്യവേനൽ അവധി കഴിഞ്ഞ് നമ്മുടെ കുഞ്ഞുങ്ങൾ വീണ്ടും സ്കൂളിലേക്ക് പോയി തുടങ്ങി. വേനലിൻ്റെ ചൂടും വേനൽ മഴയുടെ കുളിരുമൊക്കെ ആസ്വദിച്ചതിന് ശേഷം ഒരു പുതിയ അധ്യയന വർഷത്തിലേക്ക് അവർ പ്രവേശിച്ചിരിക്കുന്നു. സ്കൂളിലേക്ക് പോകുന്ന നമ്മുടെ മക്കൾക്ക് പലതരത്തിലുള്ള നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നാം നൽകാറുണ്ട്. ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കണം, നന്നായി പഠിക്കണം, ക്ലാസ്സിൽ ഫസ്റ്റ് ആവണം എന്നൊക്കെ. പഠന നിലവാരത്തിൽ പല തലത്തിൽ നിൽക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് പലപ്പോഴും ഇതൊക്കെ വലിയ വെല്ലുവിളികളാണ്. എല്ലാവർക്കും ക്ലാസ്സിൽ ഒന്നാമനാകാൻ സാധിക്കുമോ? ക്ലാസ്സിൽ ഒന്നാമനാകുക എന്നത് അത്ര വലിയ കാര്യമാണോ? അങ്ങനെ പോകും ചില കുട്ടികളുടെ ചിന്തകൾ. എന്നാൽ മറ്റു ചില കുട്ടികൾ മാതാപിതാക്കളുടെ നിർദ്ദേശങ്ങൾക്കും ഉപദേശങ്ങൾക്കും കുറച്ചുകൂടി പ്രാധാന്യം കൊടുക്കുന്നവരായിരിക്കും. വളരെയേറെ പരിശ്രമിച്ച് അവർ മികച്ച മാർക്ക് വാങ്ങിക്കും. എന്നാലും ക്ലാസ്സിൽ ഒന്നാമനാകാൻ സാധിക്കാതെ വന്നാൽ അവർക്ക് നിരാശ തോന്നും. മാതാപിതാക്കളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ തനിക്കായില്ലല്ലോ എന്ന വിഷമം ചില കുട്ടികളെ നിരാശപ്പെടുത്തിയേക്കാം. പക്ഷേ അപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളുടെ പ്രയത്നത്തെ അംഗീകരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതിസമൃദ്ധരായ കുട്ടികൾ കഠിനാധ്വാനത്തിലൂടെ ഒരുപക്ഷെ മികച്ച സ്ഥാനം നേടിയേക്കും. അപ്പോൾ മാതാപിതാക്കൾ കുട്ടികളെ അഭിനന്ദിക്കുകയും അവർ ചെയ്യുന്നതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇത്തരം പ്രോത്സാഹനങ്ങൾ കുട്ടികളുടെ മനസ്സിൽ ഒരു മാത്സര്യബോധം സൃഷ്ടിച്ചേക്കാം. എല്ലായിടത്തും മത്സരിച്ച് മുന്നേറാനുള്ള ഒരുതരം അപകടകരമായ ആവേശം അങ്ങനെ കുട്ടികളിൽ വളരുന്നു. എപ്പോഴെങ്കിലും പ്രതീക്ഷയ്ക്കൊത്ത് വിജയം ലഭിക്കാതിരുന്നാൽ നിരാശയിലേക്ക് കൂപ്പുകുത്തുന്നവരും കുട്ടികൾക്കിടയിൽ ഉണ്ട്. ഇതൊക്കെ നല്ല പ്രവണതയാണോ? ഒരു ഓട്ട മത്സരത്തിൽ എല്ലാവരും ഫസ്റ്റ് ആവുമോ? ഇല്ല. ഇത്തരം സന്ദർഭങ്ങളിൽ കുട്ടികൾക്ക് ശരിയായ മാർഗനിർദ്ദേശം നൽകാൻ മാതാപിതാക്കൾക്ക് സാധിക്കണം. തങ്ങളുടെ കുട്ടികളെ യാഥാർത്ഥ്യബോധത്തോടെ വിലയിരുത്താൻ മാതാപിതാക്കൾക്ക് കഴിയണം. പഠനത്തിൽ മികവ് പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതല്ല. ചെറിയ ക്ലാസ് മുതൽ ശ്രദ്ധിച്ചാൽ മാത്രമേ ഉയർന്ന ക്ലാസ്സുകളിൽ കുട്ടികൾക്ക് നന്നായി പഠിക്കാനാവൂ. തങ്ങളുടെ മക്കളുടെ കഴിവുകൾ, ശേഷികൾ, പരിമിതികൾ ഇതൊക്കെ മാതാപിതാക്കൾ അറിഞ്ഞിരിക്കണം. മക്കളെ നന്നായി മനസ്സിലാക്കുന്ന മാതാപിതാക്കൾ വളരെ പ്രായോഗികമായ മറ്റൊരു നിർദ്ദേശമാണ് അവർക്ക് നൽകേണ്ടത്. പഠനകാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മക്കൾക്ക് ചെയ്യാൻ കഴിയുന്നതിൻ്റെ മാക്സിമം പെർഫോം ചെയ്യുക. അതിലൊരു വിട്ടുവീഴ്ചയും കാണിക്കാതിരിക്കുക. ഇങ്ങനെ ഒരു നിർദ്ദേശം കുട്ടികളിൽ വളരെ വലിയ മാറ്റം സൃഷ്ടിക്കും. അവരുടെ കഴിവിൻ്റെ പരമാവധി അവർ വാങ്ങി എന്ന് അവർക്ക് ബോധ്യമുണ്ടെങ്കിൽ അതിൽ അവരെ അഭിനന്ദിക്കണം. നമ്മുടെ മക്കൾ അവരുടെ കഴിവിനനുസരിച്ച് ഭയവും ആശങ്കയുമില്ലാതെ പഠിക്കട്ടെ. എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ശ്രമിച്ചു എന്ന് അഭിമാനത്തോടെ പറയാനുള്ള പ്രോത്സാഹനമാണ് മാതാപിതാക്കൾ കുട്ടികൾക്ക് നൽകേണ്ടത്. കേവലം പരീക്ഷകളിൽ കിട്ടുന്ന മാർക്കും അതിൽ ലഭിക്കുന്ന സ്ഥാനവുമല്ല, മറിച്ച് ജീവിതത്തിൽ അവസരങ്ങളെ വേണ്ട വിധം ഉപയോഗിക്കാനും സാഹചര്യങ്ങൾക്കനുസരിച്ച് ജീവിക്കാനും പ്രതിബന്ധങ്ങളെ തരണം ചെയ്യാനുമുള്ള പരിശീലനമാണ് യഥാർത്ഥത്തിൽ നാം കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. ഇത്തരത്തിൽ യാഥാർത്ഥ്യബോധമുള്ള മാതാപിതാക്കൾക്ക് മാത്രമേ തങ്ങളുടെ മക്കളെയും യാഥാർത്ഥ്യബോധമുള്ളവരാക്കി വളർത്താൻ കഴിയുകയുള്ളൂ. വീണ് കാലൊടിഞ്ഞ് വേദനിച്ച് കരയുന്ന കുട്ടിയോട് സാരമില്ല പോട്ടെ, പെട്ടെന്ന് ശരിയാവും, കരയേണ്ട എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാകും? അവൻ കരയട്ടെ. കുട്ടിയുടെ കാൽ ശരിയാകണമെങ്കിൽ കുറഞ്ഞത് 1 മാസം വേണമെങ്കിൽ അതവനോട് പറയണം. അല്ലാതെ പെട്ടെന്ന് ശരിയാകും എന്നല്ല പറയേണ്ടത്. വീണ് തലപൊട്ടിയ കുഞ്ഞിനോട് കരയേണ്ട എന്ന് പറഞ്ഞ് അവൻ്റെ ശ്രദ്ധ തിരിച്ചാൽ കുഞ്ഞിൻ്റെ വേദന കുറയുമോ? കരയുന്നത് വഴി യഥാർത്ഥത്തിൽ ആ വേദനയും സാഹചര്യവും ഉൾക്കൊള്ളാൻ അവന് സാധിക്കുന്നു. യാഥാർത്ഥ്യങ്ങൾ മറച്ചുവെച്ച് കുട്ടികളോട് സംസാരിക്കുന്നത് ഒരു നല്ല പ്രവണതയല്ല. യാഥാർത്ഥ്യബോധത്തോടെ വളരുന്ന കുട്ടികൾക്ക് അവരുടെ വികാരങ്ങളെ വേണ്ട രീതിയിൽ പ്രകടിപ്പിക്കാൻ സാധിക്കും. കരയേണ്ടപ്പോൾ കുട്ടികൾ കരയട്ടെ, ദേഷ്യം വരുമ്പോൾ അവർ ദേഷ്യപ്പെടട്ടെ, ചിരിക്കേണ്ടപ്പോൾ അവർ ചിരിക്കട്ടെ. അവരുടെ മനസ്സിൽ തോന്നുന്നത് എന്താണെങ്കിലും മാതാപിതാക്കളോട് അവർ പറയട്ടെ. മാതാപിതാക്കളല്ലാതെ മറ്റാർക്കാണ് മക്കളെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ വികാരം പ്രകടിപ്പിക്കാൻ സാധിക്കാത്ത കുട്ടികൾക്ക് പല വിധത്തിലുള്ള സ്വഭാവ വൈകല്യങ്ങളും ഉണ്ടാകും. നമ്മുടെ മക്കളുടെ മനസ്സിലുള്ളത് പ്രകടിപ്പിക്കാൻ നാം അവർക്ക് അവസരം കൊടുക്കണം. എങ്കിൽ മാത്രമേ തിരുത്തേണ്ടത് തിരുത്താനും വളർത്തേണ്ടത് വളർത്താനും നമുക്ക് സാധിക്കുകയുള്ളൂ.